പപ്പയുടെ പ്രൊഫൈൽ പിക്ചേഴ്സിന് എത്ര ലൈക്കാ കിട്ടിയിരിക്കുന്നത്? എടാ റോയ്മോനെ, നീ അന്നവിടെ വെച്ചിട്ട് വലുതും പോയി പഠിക്കാൻ നോക്ക്. പരീക്ഷ എന്താണെന്ന് അറിയോ? നീ വലുതും പഠിച്ചിട്ടുണ്ടോ? അവൻ എന്റെ മോനല്ലേ, റിസൾട്ട് വരുമ്പോ നോക്കിക്കോ. 1 മാസം കഴിഞ്ഞ സ്കൂൾ ഫൈനൽ എക്സാമോ, ഇതുവരെ സെക്കൻഡ് റിവിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടലി 2 മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ എങ്ങനെയാ മറ്റുള്ളവരെ മൂത്ത് നോക്കുന്നത്? മമ്മി, ഇന്ന് സൺഡേ സ്കൂൾ എക്സാമാ. ഓ, ഞാൻ കരുതി സ്കൂളിലെയാണല്ലോ. സൺഡേ സ്കൂളെല്ലാം നിനക്കറിയാമല്ലോ, അത് വെച്ചങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ പോയി സ്കൂളിലെ എക്സാം റിവിഷൻ ചെയ്യും. മമ്മി, റിവിഷൻ കഴിഞ്ഞു. ഇന്ന് സൺഡേ സ്കൂൾ എക്സാമിന് പഠിപ്പിക്കേ. അതെ, മോൻ അറിയാവുന്ന വെച്ചങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ പണിയൊക്കെ ഒതുങ്ങി. ഇനി മമ്മി ഇച്ചിരി വിശ്രമിച്ച് ഫേസ്ബുക്കൊക്കെ ഒന്ന് നോക്കട്ടെ. സംശയമുള്ളത് ചോദിച്ചോ. കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ കാഴ്ച എന്ന് പറയുന്നത് ഗിഫ്റ്റ്. അതെ, മോന്റെ അനിയത്തി ഉണ്ടായപ്പോൾ കാണാൻ വന്നവർ ഓരോരോ ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലേ, അതിനാ. മോൻ ബാക്കി പിടിച്ചോ. യേശുവിനെ മാമോദീസ മുക്കിയത് ആര്? അതാരാ മമ്മി? ഓ, അത് പത്രോസാണെന്ന് തോന്നുന്നു. യേശു ക്രിസ്തു ജനിച്ചത് എവിടെ? അതെവിടെയാ പപ്പ? ആ സിറിയയിലെ കാണാൻ തോന്നുന്നു. നീ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്. അയ്യോ, സൺഡേ സ്കൂൾ വണ്ടി വരാനായി, ഞാൻ പോവുക. എടീ, സമയത്തിനായി. സൺഡേ സ്കൂൾ പരീക്ഷ കഴിഞ്ഞ് അവനിങ്ങ് എത്തിയില്ലല്ലോ. എത്തിയെന്ന് തോന്നുന്നു. മോൻ സൺഡേ സ്കൂൾ എക്സാമിൽ എല്ലാം എഴുതിയോ? എഴുതി മമ്മി. എന്തൊക്കെയായിരുന്നു ചോദിച്ചത്? ബൈബിളിലെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും ഞാൻ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം മോൻ പഠിച്ചതാണല്ലോ. അതെ മമ്മി, ഞാൻ എല്ലാം എഴുതി. മോന് ഫസ്റ്റ് കിട്ടുമോ, അതോ ഇപ്രാവശ്യവും വല്ലവരും കൊണ്ടുപോവോ? ഞാൻ എല്ലാം എഴുതി മമ്മി. എന്നാ പോയി സ്കൂളിൽ പഠിക്കാനുള്ളത് പഠിച്ചോ. അഞ്ജലിയോ, നീ എന്നാ നാട്ടിൽ നിന്ന് വന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നു. നമ്മുടെ സെൻട്രൽ സ്കൂൾ പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നല്ലോ. റോയ്മോനെ, സെൻട്രൽ സ്കൂൾ പരീക്ഷയ്ക്ക് ജോർജിന് ഫസ്റ്റ് ഉണ്ട് കേട്ടോ. റോയ്മോൻ സെക്കൻഡ് ആണോ? സെക്കൻഡ് സന്ധിക്കാം. എടാ, നീ എല്ലാം എഴുതിയെന്ന് പറഞ്ഞിട്ട്? ഞാൻ എല്ലാം എഴുതിയതാ, ഒന്നുപോലും വിട്ടിട്ടില്ല. പിന്നെന്താ പറ്റിയത്? ടീച്ചറോട് തന്നെ ചോദിച്ചിട്ട് ബാക്കി കാര്യം. ഇതാര്, റോയ്മോനോ? ടീച്ചറെ, റോയ്മോൻ എക്സാമിന് എല്ലാം എഴുതിയെന്നാ പറയുന്നത്. എന്നിട്ടെന്താ മാർക്ക് കൊടുക്കാത്തത്? എഴുതിയതനുസരിച്ച് മാർക്ക് ഇടാൻ പറ്റൂ. റോയ്മോൻ എന്തൊക്കെയാ എഴുതി വെച്ചതെന്ന് അവനോട് തന്നെ ചോദിച്ചു നോക്ക്. ഞാൻ ചോദിച്ചിട്ട് തന്നെയാ വന്നത്. എന്റെ റോയ്മോൻ മിടുക്കനാ, അവനെല്ലാം എഴുതിയിട്ടുണ്ട്. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്തൊരു തർക്കം. റോയ്മോൻ എല്ലാം എഴുതിയെന്ന് പറയുന്നത്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഫസ്റ്റുമില്ല സെക്കൻഡുമില്ല. ഇതെന്ത് കളി? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ടീച്ചറുടെ കയ്യിലെ ചോദ്യപേപ്പർ ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ പ്രശ്നം തീർന്നു. ഇപ്പൊ തന്നെ ഞാനൊരു റീടെസ്റ്റ് ഇടാം. അത് മതി, അത് മതി. ആ ചോദ്യപേപ്പർ ഇങ്ങോട്ടൊന്ന് എടുക്കും ടീച്ചറെ. റോയ്മോനെ, ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്നേ. ഓക്കെ, ആദ്യത്തെ ചോദ്യം. ജെറീക്കോ മതിൽ തകർത്തത് ആരാണ്? ഞാനല്ല. ആ ഐസക്കും ജോയലും എപ്പോഴും മതിൽ കിടന്ന് ചാടുന്നുണ്ട്. അവരോട് പോയി ചോദിച്ചു. അല്ലെങ്കിലും എന്റെ മോൻ അങ്ങനത്തെ പണിയൊന്നും കാണിക്കുന്നില്ല. അവൻ ഗുഡ് ബോയ്യാ. അഥവാ അവൻ വല്ലതും തകർത്തിട്ടുണ്ട്, അതിന്റെ കാശ് തന്നേക്കാം. അതിന്റെ പേര് മാർക്ക് കുറയ്ക്കുമോ? ഇത് ബൈബിളിന്റെ ചോദ്യമായിരുന്നു. എന്തായാലും അവനൊന്നും എഴുതിയിട്ടില്ലെന്ന് ഇപ്പോ മനസ്സിലായില്ലേ? ഒന്ന് തെറ്റിയാലും സെക്കൻഡ് പ്രൈസ് എങ്കിലും കിട്ടണ്ടേ? ഓ, ഇനി അടുത്ത ചോദ്യം. ആദ്യത്തെ കൽപ്പന എന്ത്? ആര് ആർക്ക് കൊടുത്തു? അതനുസരിച്ചോ? എന്നിട്ട് എന്ത് പറ്റി? ഹവ്വ ആദത്തിന്റെ അടുത്ത് പഴം കഴിക്കാൻ കൽപ്പന കൊടുത്തു. ആദം അതനുസരിച്ചു. അതാ പറ്റിയത്.
പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവഴി. ഓ, അതുപോലെ ഇനി അടുത്ത ചോദ്യം. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം പറഞ്ഞത് ആരാണ്? അറിയാം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായതുകൊണ്ട് ഞാൻ മാർഗം കൊടുത്തിട്ടുണ്ട്. അടുത്തത്, ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം പാപം ചെയ്യണം. എടാ റോയി മോനെ, നീ എന്തൊക്കെയായി എഴുതി വെച്ചിരിക്കുന്നത്? ഏതായാലും നല്ല ഉത്തരങ്ങൾ തന്നെ. ഇനി ബാക്കി കൂടി ഞാൻ വായിക്കണോ? അയ്യോ വേണ്ടായേ, മതിയായി മതിയായി. എല്ലാം വേണ്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സംഭാഷണങ്ങൾ 22-ാം അധ്യായം 6-ാം വാക്യം. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ മാതാപിതാക്കൾ മറക്കാതിരിക്കുക. ലോകത്തിന്റെ വിജ്ഞാനം പഠിപ്പിക്കുവാൻ നമ്മളെടുക്കുന്ന സമയത്തിന്റെയും സ്വരത്തിന്റെയും ഒരംശമെങ്കിലും ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ചെലവഴിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ചു വളരും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്.